ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകാനും പ്രത്യേക വാട്സാപ്പ് നമ്പർ സജ്ജമാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൗസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യമനുസരിച്ച് 750 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. ഇടുക്കി ഡാം ഉൾപ്പെടെ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഗസ്റ്റ് ഹൗസുകൾ ഏറെ പ്രയോജനം ചെയ്യും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചുമാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മേത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റം ഉണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.